സേവക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പതിവ് പോലെ മോക്ക് ടെസ്റ്റ്, കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മെസ്സേജ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായും പിൻ ചെയ്തേക്കാം. ടെലഗ്രാമിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. PSC അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ഏകീകൃത പെൻഷൻ സ്കീം എന്ന പുതിയ പെൻഷൻ പദ്ധതി ഇന്ന് നിലവിൽ വരും. ഏകീകൃത പെൻഷൻ സ്കീം എന്ന പുതിയ പെൻഷൻ പദ്ധതി നിലവിൽ വരുന്നത് 2025 ഏപ്രിൽ 1-ന്. 2024 ഓഗസ്റ്റ് പെൺകുട്ടികളുടെ നിയമപരമായ വിവാഹപ്രായം 9-ആയും ആൺകുട്ടികളുടെ വിവാഹപ്രായം 15-ആയും കുറയ്ക്കാൻ സാധ്യതയുള്ള ഒരു വിവാദ ബിൽ ഇനി പറയുന്ന ഏത് പാർലമെന്റിലാണ് അവതരിപ്പിച്ചത്? ഇറാഖ്. കൃഷി സേവാ യോജന അടുത്തിടെ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഏകീകൃത പെൻഷൻ സ്കീം എന്ന പുതിയ പെൻഷൻ പദ്ധതി എന്ന് നിലവിൽ വരും 2025 ഏപ്രിൽ 1-ന്. 2024 ഓഗസ്റ്റിൽ പെൺകുട്ടികളുടെ നിയമപരമായ വിവാഹപ്രായം 9-ആയും ആൺകുട്ടികളുടെ വിവാഹപ്രായം 15-ആയും കുറയ്ക്കാൻ സാധ്യതയുള്ള ഒരു വിവാദ ബിൽ ഇനി പറയുന്ന ഏത് പാർലമെന്റിലാണ് അവതരിപ്പിക്കുന്നത്? ഇറാഖിൽ. കൃഷി സേവാ യോജന അടുത്തിടെ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. റെയിൽ ലൈഫ് ലൈൻ എക്സ്പ്രസിൽ ലോകത്തിലെ ആദ്യത്തെ ആശുപത്രി ആരംഭിച്ചത് ഇനി പറയുന്നവയിൽ ഏതിലാണ്? ഇന്ത്യ. റെയിൽ ലൈഫ് ലൈൻ എക്സ്പ്രസിൽ ലോകത്തിലെ ആദ്യത്തെ ആശുപത്രി ആരംഭിച്ചത് ഇന്ത്യയിലാണ്. മേൽക്കൂരയിലെ സൗരോർജ്ജ സംവിധാനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് 2025 ഏപ്രിൽ സോളാർ മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. നാഗാലാൻഡിലാണ് മേൽക്കൂരയിലെ സൗരോർജ്ജ സംവിധാനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് 2025 ഏപ്രിൽ സോളാർ മിഷൻ ആരംഭിച്ചത്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ വന്യജീവി സങ്കേതം സ്ഥാപിച്ചത് മധ്യപ്രദേശിലെ ഏത് ജില്ലയിലാണ്? മധ്യപ്രദേശിലെ സാഗർ ജില്ലയിലാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ വന്യജീവി സങ്കേതം സ്ഥാപിച്ചത്. കുമി ബെൻ എന്നറിയപ്പെടുന്ന കുമുദിനി ലക്കിയ 2025 അന്തരിച്ചു. ഏത് നൃത്തശൈലിയിലാണ് അവർ പ്രശസ്തയായത്? കഥക്. കുമി ബെൻ എന്നറിയപ്പെടുന്ന കുമുദിനി ലഖിയ 2025 അന്തരിച്ചു. കഥക് നൃത്തശൈലിയിലാണ് അവർ പ്രശസ്തയായത്. ഡോക്ടർ BR അംബേദ്കറുടെ പേരിലുള്ള സാഗർ ജില്ലയിലെ മധ്യപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച പുതിയ വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താണ്? ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയൻ. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയൻ എന്നാണ് സാഗർ ജില്ലയിൽ മധ്യപ്രദേശ് സർക്കാർ സ്ഥാപിച്ച പുതിയ വന്യജീവി സങ്കേതത്തിൻ്റെ പേര്. 2025 നീലഗിരി താർ സെൻസസ് സംയുക്തമായി നടത്തുന്ന 2 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? തമിഴ്നാടും കേരളവും. നമുക്കൊന്നും കൂടി നോക്കാം. കുമി ബെൻ എന്നറിയപ്പെടുന്ന കുമുദിനി ലക്കിയ 2025 അന്തരിച്ചു. ഏത് നൃത്തശൈലിയിലാണ് അവർ പ്രശസ്തയായത്? കഥക്. ഡോക്ടർ BR അംബേദ്കറുടെ പേരിലുള്ള സാഗർ ജില്ലയിൽ മധ്യപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച പുതിയ വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താണ്? ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയൻ. 2025 നീലഗിരി താർ സെൻസസ് സംയുക്തമായി നടത്തുന്ന 2 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാടും കേരളവും. താഴെ പറഞ്ഞതിൽ ഏത് സംസ്ഥാനത്തിലെ പ്രശസ്തമായ ഉത്സവങ്ങളിലൊന്നാണ് വിഷു? എവിടത്തെയാണ്? കേരളം. 2024 ഇന്റർപോളിൻ്റെ ഭരണസമിതിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം UAE. 2025 ഏപ്രിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പങ്കെടുക്കുന്ന 15ാമത് ബ്രിക്സ് കൃഷി മന്ത്രിമാരുടെ യോഗം എവിടെയാണ് നടക്കുന്നത്? ബ്രസീൽ. താഴെ പറയുന്നതിൽ ഏത് സംസ്ഥാനത്തിലെ പ്രശസ്തമായ ഉത്സവങ്ങളിലൊന്നാണ് വിഷു? കേരളം. 2024 ഇന്റർപോളിൻ്റെ ഭരണസമിതിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യമാണ് UAE. 2025 ഏപ്രിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പങ്കെടുക്കുന്ന 15ാമത് ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗം എവിടെയാണ് നടന്നത്? ബ്രസീൽ. 2025 ഏപ്രിലിൽ ഏത് സർവകലാശാലയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പൊതുസേവനത്തിലെ വിശിഷ്ടമായ ജീവിതത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയത്? കോൺസ്റ്റന്റൈൻ ദ ഫിലോസഫർ യൂണിവേഴ്സിറ്റി, സ്ലോവാക്യ. 2025 ഏപ്രിൽ ഏത് സർവകലാശാലയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പൊതുസേവനത്തിലെ വിശിഷ്ടമായ ജീവിതത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയത്? കോൺസ്റ്റന്റൈൻ ദ ഫിലോസഫർ യൂണിവേഴ്സിറ്റി, സ്ലോവാക്യ. 2028
ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പുരുഷ വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ എത്ര ടീമുകൾ മത്സരിക്കും? 6 ടീമുകൾ മത്സരിക്കും. 2028 ലോസ് ഒളിമ്പിക്സിൽ പുരുഷ വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ 6 ടീമുകൾ മത്സരിക്കും. പൂർണ്ണമായി AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ്? ലവ് യു. ലവ് യു ഒരു കന്നഡ സിനിമയാണെന്ന് ഓർത്തു വെച്ചേക്കുക. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സമർ അബു ഇലോഫ്. 2028 ലോസ് ഒളിമ്പിക്സിൽ പുരുഷ വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ എത്ര ടീമുകൾ മത്സരിക്കും? 6 ടീമുകൾ മത്സരിക്കും. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ലവ് യു. ലവ് യു ഒരു കന്നഡ സിനിമയാണെന്ന് ഓർത്തു വെച്ചേക്കുക. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാരാണ്? സമർ അബു എലോഫ്. 2035 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം UK. 2035 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? UK. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പൊതുമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ AI റൈസിംഗ് ഗ്രാൻഡ് ചലഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പൊതുമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ AI റൈസിംഗ് ഗ്രാൻഡ് ചലഞ്ച് ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ഡോക്ടർ ഭീംറാവു അംബേദ്കർ വന്യജീവി സങ്കേതം സ്ഥാപിച്ചത് മധ്യപ്രദേശിലെ ഏത് ജില്ലയിലാണ്? സാഗർ ജില്ലയിലാണ്. തൃഷ്ണ മിഷനിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ ഇനി പറയുന്ന ഏത് രാജ്യമാണ് സമ്മതിച്ചത്? ഫ്രാൻസ്. 2035 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് UK. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പൊതുമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ AI റൈസിംഗ് ഗ്രാൻഡ് ചലഞ്ച് ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. ഡോക്ടർ ഭീംറാവു അംബേദ്കർ വന്യജീവി സങ്കേതം സ്ഥാപിച്ചത് മധ്യപ്രദേശിലെ ഏത് ജില്ലയിലാണ്? സാഗർ ജില്ലയിലാണ്. തൃഷ്ണ മിഷനിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ ഇനി പറയുന്നവർ ഏത് രാജ്യമാണ് സമ്മതിച്ചത്? ഫ്രാൻസ്. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ ഏറ്റവും മികച്ച ഫീച്ചർ ഫിലിം അവാർഡ് നേടിയ സിനിമ ഏതാണ്? ആട്ടം. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ ഏറ്റവും മികച്ച ഫീച്ചർ ഫിലിം അവാർഡ് നേടിയ സിനിമ ആട്ടം. താഴെ പറയുന്നതിൽ ഏത് നദിയെ പുനഃസ്ഥാപിക്കാനായി ഇന്ത്യയും ഡെൻമാർക്കും ചേർന്ന് ഉണ്ടാക്കിയ പദ്ധതിയാണ് സ്മാർട്ട് ലബോറട്ടറി റിവർ പദ്ധതി? വരുണ നദിയെ. ഇന്ത്യയിലെ വരുണ നദിയെ പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യയും ഡെൻമാർക്കും ചേർന്ന് ഒരുക്കിയ പദ്ധതിയുടെ പേര് സ്മാർട്ട് ലബോറട്ടറി റിവർ പദ്ധതി. വരുണ നദി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായിരുന്നു മൽപ്പ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്? മൽപ്പ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ആസിയാൻ ഉച്ചകോടി 2024 എവിടെയാണ് നടന്നത്? ലാവോസ്. ആസിയാൻ ഉച്ചകോടി 2024 നടന്ന സ്ഥലം ലാവോസ്. മെഷീൻ ലേണിംഗിലെ പ്രവർത്തനത്തിന് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻറ്റണും. മെഷീൻ ലേണിംഗിലെ പ്രവർത്തനത്തിന് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻറ്റണും. ആസിയാൻ ഉച്ചകോടി 2024 നടന്നത് ലാവോസിൽ. മൽപ്പ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സ്ഥലം ഉത്തരാഖണ്ഡ്. വരുണ നദിയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഇന്ത്യയും ഡെൻമാർക്കും ചേർന്ന് രൂപീകരിച്ച പദ്ധതിയാണ് സ്മാർട്ട് ലബോറട്ടറി റിവർ പദ്ധതി. ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.